ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ സെഷന് വന്നിരിക്കുന്നത് നമ്മൾ ബഡ്സ് ആക്ട് 2019 കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചില ഫ്രണ്ട്സ് എൻ്റെ സജഷൻ പ്രകാരം കുറച്ച് ഡൗട്ട്സുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷനും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ വളരെ നല്ല റെസ്പോൺസസ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാ വീഡിയോസിനും തരുന്നത്. ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുന്നു. അത് ലെറ്റ് ബി പോസിറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് ആയാലും ഓക്കെ. അപ്പോൾ ഞാൻ ആ ഒരു സെഷൻ്റെ ബഡ്സ് ആക്ടിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സെഷനിൽ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളൊന്ന് അറിയിക്കാനുണ്ട്. അതൊരു നർമ്മമാണ്. ഇപ്പോൾ കഴിഞ്ഞ എസ്പെഷ്യലി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വീഡിയോയുടെ താഴെ ചില സുഹൃത്തുക്കൾ ചില നെഗറ്റീവ് കമൻസുകളൊക്കെ രേഖപ്പെടുത്തി എനിക്ക് പുതിയ ഒരു നാമവും കൂടെ ചാർത്തി തന്നിട്ടുണ്ട്. 2-3 പുതിയ നാമങ്ങൾ. അതിൻ്റെ അകത്ത് 2 നാമങ്ങൾ എനിക്ക് ഭയങ്കര കൗതുകകരമായിട്ട് തോന്നിയത്. ഒന്ന്, അവർക്ക് നല്ല നർമ്മബോധം ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. ഹൈറിച്ചിൻ്റെ പുതിയ പടൻ, അതാണ് ഫസ്റ്റ് ഒരു നാമം. പിന്നെ ഉള്ളത് വേറെ ഒരാൾ ഇട്ടിരിക്കുന്നത് ഹൈറിച്ചിൻ്റെ അവസാനത്തെ പടൻ. അപ്പോൾ എന്തായാലും 2 കമൻസിനും എൻ്റെ നന്ദി. നിങ്ങളുടെ നർമ്മബോധത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കൊള്ളാം, കീപ്പ് ഇറ്റ് അപ്പ്. അതുപോലെ വേറെ ഒരു കാര്യം ഒബ്സർവ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ബഡ്സ് ആക്ട് 2019 കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷണൽ അവയർനെസ് പ്രോഗ്രാമായിട്ടാണ് അല്ലെങ്കിൽ സെഷനായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറേ അധികം വളരെ സീരിയസ് ആയിട്ട് ഡൗട്ട്സുകൾ ചോദിക്കുന്ന മെമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കമൻസിൻ്റെ താഴെ പോയിട്ട് ചില സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻസുകൾ രേഖപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് നെഗറ്റീവ് കമൻസ് രേഖപ്പെടുത്താം, അതിനാരും ഇവിടെ നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തിന് എതിരെ നിൽക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻസ് രേഖപ്പെടുത്തുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടി. ഒരേ കമൻറ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് അതൊരു നല്ലൊരു പ്രവണതയാണോ? അതിപ്പോൾ എനിക്കറിയത്തില്ല, നിങ്ങളൊരു PR വർക്ക് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതാണോ? കാരണം ഇന്നത്തെ ബിസിനസ്സിലെല്ലാം ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊരു PR വർക്ക് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അല്ല, PR വർക്ക് ഏറ്റെടുക്കാതെ അല്ല, നിങ്ങളുടെ ഒരു ഇതല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ ആയിട്ടാണ് അത് ഇടുന്നെങ്കിലും എനിക്കൊരു സജഷനുണ്ട്. നിങ്ങൾ ഈ സെയിം മെസ്സേജ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ, ഇപ്പോൾ PR വർക്ക് ആരെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തെങ്കിലും കുറച്ച് സ്നേഹം കാണിക്കണ്ടേ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കമൻസുകളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാം കേട്ടോ. അല്ലാതെ ഒരേ രീതിയിലുള്ള കമൻസ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണ്ട കേട്ടോ. അതെൻ്റെ ഒരു സജഷനാണ്. അത് നിങ്ങൾക്ക് വീണ്ടും അതുപോലെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അത് തുടരാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഓക്കെ ബഡ്സ് ആക്ട് 2019 കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത് സെക്ഷൻ 14 സെക്ഷൻ 15 കുറിച്ചായിരുന്നു. സെക്ഷൻ 14 ഡിസ്കസ് ചെയ്യുന്നത് കോമ്പറ്റന്റ് അതോറിറ്റി ഇപ്പോൾ ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ പ്രോപ്പർട്ടീസും അതുപോലെ ബാങ്ക് അക്കൗണ്ട്സും പ്രൊവിഷണലി അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്സിനെ കുറിച്ചാണ് സെക്ഷൻ 14 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ വൺസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട്, ഈ ബഡ്സ് ആക്റ്റുമായിട്ട് വിധി പറയുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. സപ്പോസ് ഈ 30 ഡേയ്സിനുള്ളിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ കോമ്പറ്റന്റ് അതോറിറ്റി എന്താ ചെയ്യേണ്ടത്? അവർ വിത്ത് പ്രോപ്പർ റീസൺ ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ ഡെസിഗ്നേറ്റഡ് കോർട്ടിനെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അത് ജസ്റ്റിഫയബിൾ ആണെങ്കിൽ ഡെസിഗ്നേറ്റഡ് കോർട്ട് വീണ്ടും ഒരു 30 ഡേയ്സും കൂടെ കൊടുക്കും. അപ്പോൾ 30 + 30 60 ഡേയ്സ് ആണ് അവരുടെ മുന്നിലുള്ളത്. ഓക്കെ, ആരുടെ ഫ്രണ്ടിൽ? കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഫ്രണ്ടിൽ. അപ്പോൾ കോമ്പറ്റന്റ് അതോറിറ്റി ഈ ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. ഇതാണ് സെക്ഷൻ 14 പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് സെക്ഷൻ 15 ആണ്. ഇപ്പോൾ വൺസ് ഈ ആപ്ലിക്കേഷൻ കോമ്പറ്റന്റ് അതോറിറ്റി ഡെസിഗ്നേറ്റഡ് കോർട്ടിനെ കൊടുക്കുമ്പോഴേക്കും ആദ്യം ഡെസിഗ്നേറ്റഡ് കോർട്ട് എന്താ ചെയ്യുന്നത് അറിയാമോ? കാരണം ഈ കോർട്ടിനെ സംബന്ധിച്ച് ഇരു കക്ഷികളെയും, ഇപ്പോൾ ഈ കോമ്പറ്റന്റ് അതോറിറ്റി ആയാലും അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട കമ്പനി ആയാലും രണ്ടുപേരെയും ഈക്വൽ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ വൺസ് ഈ ആപ്ലിക്കേഷൻ കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് കിട്ടിയാൽ ഈ പ്രസ്തുത കോടതി ഡെസിഗ്നേറ്റഡ് കോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിത്തിൻ എ പീരീഡ് ഓഫ് ഒരു ഷോ കോസ് നോട്ടീസ് ഈ ഡെപ്പോസിറ്റ് ടേക്കർ അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് അയക്കും. ഓക്കെ, അപ്പോൾ അയക്കുമ്പോൾ എന്താണ് പറയുന്നത്? വിത്തിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സ്. ആ ഓർഡർ കൈപ്പറ്റിയതിന് ശേഷം പ്രസ്തുത കമ്പനിയുടെ ഡിസിഷൻ മേക്കേഴ്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് അവർക്കായിരിക്കും നോട്ടീസ് അയക്കുന്നത്. അപ്പം വിത്തിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സ് അവർക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് എതിർക്കണമെങ്കിൽ എതിർക്കാം.
വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലീഗൽ എക്സ്പെർട്ട്. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എതിർക്കാം, അല്ലെങ്കിൽ വിത്ത് അസിസ്റ്റൻസ് ഓഫ് എ ലീഗൽ എക്സ്പെർട്ട് അവർക്ക് ഇതിനെ വേണമെങ്കിൽ എതിർക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എതിർക്കുന്നതെന്നുള്ള റീസൺ നിങ്ങൾക്ക് കോടതിയെ അറിയിക്കാം. അപ്പോൾ എന്തായി ചെയ്യുന്നത്, ഈ ആരോപിക്കപ്പെട്ട കമ്പനി അവരുടെ ലീഗൽ ടീമിനെയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെയോ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് കക്ഷികളുടെയും വാദം ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഈ വാദം കേട്ടതിന് ശേഷം 3 പോസിബിലിറ്റീസാണ് ഈ സെക്ഷൻ 15 പ്രകാരം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം വാദങ്ങളും കേട്ടതിന് ശേഷം സെഷൻസ് കോർട്ടിന് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കോമ്പറ്റൻ്റ് അതോറിറ്റി പറയുന്നത് പോലെ തന്നെ കോമ്പറ്റൻ്റ് അതോറിറ്റി ചെയ്ത സ്റ്റെപ്സിനെ ശരിവെച്ചുകൊണ്ട് ആ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിനെ ആബ്സല്യൂട്ട് ആക്കാമെന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആക്കാം, ഫൈനലൈസ്ഡ് ആക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് അങ്ങനെ ഒരു ഓർഡറാണ് പ്രസ്താവിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് അത് അറ്റാച്ച്മെൻറ്റ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഫൈനൽ അറ്റാച്ച്മെൻറ്റ് ആക്കുകയും അവർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഫർദർ സ്റ്റെപ്സിലോട്ട് പോകാം. അതിൻ്റെ റിയലൈസേഷനും അതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്സിലേക്കൊക്കെ ഓപ്ഷനും അങ്ങനെയുള്ള സ്റ്റെപ്സിലേക്കൊക്കെ അവർക്ക് പോകാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോമ്പറ്റൻ്റ് അതോറിറ്റി ഉന്നയിച്ച പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നടന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആരോപിക്കപ്പെട്ട കമ്പനിക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഓർഡർ വേണമെങ്കിലും ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിന് പുറപ്പെടുവിക്കാം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ട രീതിയിലല്ല ഇവരുടെ ഓപ്പറേഷൻസ് എന്ന് ഇവരുടെ ലീഗൽ എക്സ്പേർട്ടിന് ആരോപിക്കപ്പെട്ട കമ്പനിയുടെ അഡ്വക്കേറ്റിനോ ലീഗൽ എക്സ്പേർട്ടിനോ ഇത് കൺവിൻസ് ചെയ്യാമെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് ഒരു പോസിറ്റീവ് ഓർഡർ വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ ഉണ്ടാകാം. പിന്നെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആരോപിക്കപ്പെട്ട കമ്പനി ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ അവരുടെ സ്കീംസ് ചില കാര്യങ്ങൾ ബഡ്സ് ആക്റ്റിൽ വരുന്നതാണെന്ന് വിചാരിക്കുക, ചില കാര്യങ്ങൾ ഈ ബഡ്സ് ആക്റ്റിൽ വരുന്ന പ്രിവ്യൂവിൽ വരുന്നതല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബഡ്സ് ആക്റ്റിൽ വരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസും ബാങ്ക് അക്കൗണ്ട്സും അറ്റാച്ച് ചെയ്യാം, ഫൈനൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള പ്രോപ്പർട്ടീസും ബാങ്ക് അക്കൗണ്ട്സും ഉണ്ടല്ലോ അത് വേണമെങ്കിൽ പാർഷ്യലി അങ്ങനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ആക്ച്വലി ബഡ്സ് ആക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേരിയിങ് ഇറ്റ് ബൈ റിലീസിങ് എ പോർഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ പാർഷ്യലായിട്ടുള്ള ആ ഒരു പോർഷൻ ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നീക്കി കൊടുക്കാനും സാധിക്കും. അതാണ് അങ്ങനെ 3 രീതിയിലുള്ള ഓർഡേഴ്സാണ് ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിന് പാസ്സാക്കാനുള്ള അധികാരം ബഡ്സ് ആക്ട് 2019 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് ഇപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുക, ഇപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട് ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് ഒരു നെഗറ്റീവ് ഓർഡറാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് ഓർഡർ ആണ് കിട്ടുന്നതെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്കും ഒരു അസിസ്റ്റൻസ് എടുക്കാം ആസ് പെർ ബഡ്സ് ആക്ട് 2019. എന്ന് പറഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 19-ലാണ്. സെക്ഷൻ 19-ൽ അത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പീൽ ടു ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് കമൻ്റാണ് ഈ പ്രസ്തുത ഡെസിഗ്നേറ്റഡ് കോർട്ട് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് ഹൈക്കോർട്ടിനെ സമീപിക്കാം. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ ഓർഡർ പാസ്സാക്കാനുള്ള അധികാരം ഡെസിഗ്നേറ്റഡ് കോർട്ടിനാണെങ്കിലും ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒരു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ ഹൈക്കോർട്ടിന് നോക്കാനുള്ള ഫുൾ പവറും ബഡ്സ് ആക്ട് 2019 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ട് ഇപ്പോൾ ഈ ബഡ്സ് ആക്ട് 2019-ലെ പ്രൊവിഷൻസിനെ മാനിക്കാതെ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെ ഫോളോ ചെയ്യാതെയാണ് ഒരു ഓർഡർ പ്രസ്താവിക്കുന്നതെങ്കിൽ അത് റദ്ദാക്കാൻ, അത് ക്യാൻസൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്വാഷ് ചെയ്യാനുള്ള അധികാരവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് വേണമെങ്കിൽ ഹൈക്കോർട്ടിനെ സമീപിക്കാം. ഇപ്പോൾ ഹൈക്കോർട്ടിനെ സമീപിക്കേണ്ട ടൈം ഫ്രെയിം ആസ് പെർ ബഡ്സ് ആക്ട് 2019 പറഞ്ഞിരിക്കുന്നത് അതിപ്പം ഇരു കക്ഷികൾക്കും പോകാം കേട്ടോ. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ ഇപ്പോൾ കോമ്പറ്റൻ്റ് അതോറിറ്റിക്കാണ് ഇപ്പോൾ ഒരു നെഗറ്റീവ് ഓർഡർ വരുന്നതെങ്കിൽ അവർക്കും അപ്പീലിന് പോകാം ഹൈക്കോർട്ടിലേക്ക്. അതുപോലെ ഇപ്പോൾ ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്കാണ് നെഗറ്റീവ് ഓർഡർ വരുന്നതെങ്കിൽ അവർക്കും ഹൈക്കോർട്ടിനെ സമീപിക്കാം. പക്ഷേ ഇരു കക്ഷികൾക്കും ഹൈക്കോർട്ടിലേക്ക് അപ്പീലുമായിട്ട് പോകാനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ ബഡ്സ് ആക്ടിൽ പറയുന്നത് അത് സെക്ഷൻ 19-ലാണ് വിത്തിൻ എ പീരീഡ് ഓഫ് 60 days 60 ദിവസത്തിനകം അപ്പീലുമായി ഹൈക്കോർട്ടിനെ സമീപിക്കേണ്ടതാണ്. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ജെന്യൂൻ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ 60 days കഴിഞ്ഞതിന് ശേഷമെങ്കിലും അപ്പീൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ
കമ്പനിക്ക് വേറെ എന്തെങ്കിലും സമ്മർദ്ദമോ ബാക്കിയുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്ന് അവർക്ക് ഈ അപ്പീൽ ഈ 60 ദിവസത്തിനകം കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ജെന്യൂൻ റീസൺ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ മേ ബി ഹൈക്കോർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് അങ്ങനെ ഒരു ജെന്യൂൻ റീസൺ ഉണ്ടെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഈ അപ്പലൻറ്റ് അല്ലെങ്കിൽ അപ്പീലിന് പോകുന്ന ആളുടെ പരാതി, അതിപ്പം കോമ്പറ്റൻ്റ് അതോറിറ്റി ആകാം, ഈ പറഞ്ഞ ആരോപിക്കപ്പെട്ട കമ്പനിയാകാം, അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കാം ഈവൻ ആഫ്റ്റർ 60 days. അതാണ് സെക്ഷൻ 19 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 14 ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 14 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. സെക്ഷൻ 15 എന്ന് പറഞ്ഞാൽ ഈ അറ്റാച്ച്മെൻറ്റുമായിട്ട് ഡെസിഗ്നേറ്റഡ് കോർട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരു പാർട്ടികളുടെയും ഇരു കക്ഷികളുടെയും വാദം കേട്ടിട്ട് അവർക്ക് 3 രീതിയിലുള്ള ഓർഡർ അവർക്ക് പുറപ്പെടുവിക്കാം. ഒന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റിനെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞുള്ള ഉത്തരവിറക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വേണമെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് ഫുൾ പവറിൽ അവരുടെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നുള്ള രീതിയിലുള്ള ഒരു ഓർഡർ പുറപ്പെടുവിക്കാം. പിന്നെ മൂന്നാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ ആരോപിക്കപ്പെട്ട കമ്പനി ചില സ്കീംസ് അവർ ഫോളോ ചെയ്തിരുന്ന ചില സ്കീംസ് ബഡ്സ് ആക്ടിൻ്റെ അകത്ത് വരുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടീസും ബാങ്ക് അക്കൗണ്ട്സും ഫ്രീസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ബാങ്ക് അക്കൗണ്ട്സും പ്രോപ്പർട്ടീസും അൺഫ്രീസ് ചെയ്തു അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഇതാണ് ഡെസിഗ്നേറ്റഡ് കോർട്സിന് ഓർഡർ പ്രസ്താവിക്കുന്ന പവറുമായിട്ടുള്ള കാര്യങ്ങൾ. അത് സെക്ഷൻ 15 ബഡ്സ് ആക്ട് 2019 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അത് ഏറെക്കുറെ ക്ലാരിഫൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരും വീഡിയോകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ആരോപിക്കപ്പെട്ട കമ്പനി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പല വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ അതിൻ്റെ എതിരെ വന്നിരിക്കുന്ന അലിഗേഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. കാരണം എസ്പെഷ്യലി നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഈ CBI അന്വേഷണം എപ്പോഴാണ് ഉണ്ടാകേണ്ടത്, അത് ഈ ബഡ്സ് ആക്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അത് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക, ഡൗട്ട്സുകൾ വേണമെങ്കിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് സെക്ഷൻ നോക്കട്ടെ, നിങ്ങളുടെ ജെന്യുനായിട്ടുള്ള എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത സെഷനിലേക്ക് പോകാം. എന്തായാലും വി ബി ഇൻ ടച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു വെരി മച്ച്.